നമുക്കോ നമ്മുടെ വീട്ടുകാർക്കോ ഈ സ്വഭാവങ്ങളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് മരണം വരെ സംഭവിക്കാൻ, പെട്ടെന്നുള്ള മരണം വീട്ടിൽ സംഭവിക്കാൻ ഇത് കാരണമാവും. ഒരു 4 കാര്യങ്ങൾ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആയുസ്സിൽ വർധനവുണ്ടാകും, അതുപോലെ പരാജയത്തിൽ നിന്നും വിജയത്തിലേക്കുള്ള വഴിയായിത്തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും തരത്തിൽ പരാജയം, ഏതെങ്കിലും തരത്തിൽ നമ്മൾക്ക് കുറവ്, നുക്സാനീത് സംഭവിക്കാനുണ്ടെങ്കിൽ അത് അള്ളാഹു പരിഹരിക്കുകയും പകരം വിജയവും ഉന്നതിയും അള്ളാഹു നൽകിത്തരുകയും ചെയ്യുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൊണ്ട് അവനക്ക് തസീദുൽ ഉംർ, അവൻ്റെ ആയുസ്സിൽ നല്ല വർധനവുണ്ടാകും. ശ്രദ്ധിച്ചില്ലെങ്കിലോ ആയുസ് ചുരുങ്ങും, പെട്ടെന്നുള്ള മരണമുണ്ടാകും. എത്രയെത്ര മരണങ്ങളാണ്, പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മൾ കേൾക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ആപത്തുകളെ തൊട്ടും മുസീബത്തുകളെ തൊട്ടും അല്ലാഹു നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒന്നാമതായി ജാരിയായ സ്വദഖ, അസ്വദഖത്തുൽ ജാരിയ. അർഹനായ ആളിലേക്ക് അദ്ദേഹത്തിന് ആവശ്യമുള്ള സമയത്ത് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റാരും അറിയാതെ ഒരാൾക്ക് നൽകുന്ന സ്വദഖ, അസ്വദഖത്തുൽ ജാരിയ ആയുസ് വർദ്ധിക്കാൻ കാരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ടാമതായി നന്മകളിലേക്ക് ഉന്മേഷം കാണിക്കുക. നിസ്കാരത്തിലേക്കും അതുപോലെ പള്ളിയുമായി ബന്ധപ്പെട്ട, മദ്രസയുമായി ബന്ധപ്പെട്ട, നാട്ടിലെ ദീനീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ പാവങ്ങളെ സഹായിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ നന്മയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പ്രത്യേകം ഒരു ആവേശവും പ്രത്യേകം ഒരു ഉന്മേഷവും കാണിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആയുസ്സിൽ വർധന ഉണ്ടാവുകയും അവൻ്റെ പരാജയത്തിൽ നിന്നും അവൻ വിജയത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് സ്വദഖ, ജാരിയായ സ്വദഖ. 2 നന്മകളിലേക്ക് ഉന്മേഷം കാണിക്കുക. മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉമ്മയെയും ഉപ്പയെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അവരോട് നന്മ ചെയ്യുക, അവരോട് സ്നേഹം കാണിക്കുക. മാതാപിതാക്കളോട് കരുണ ചെയ്യാത്ത മക്കൾ, അവരോട് കരുണ ചെയ്യുന്നവർക്ക്, മാതാപിതാക്കൾക്ക് കരുണ ചെയ്യുന്ന മക്കൾക്ക് ആയുസ്സിൽ വർധന ഉണ്ടാകുമെന്നും അവരുടെ പരാജയങ്ങളൊക്കെ വിജയങ്ങളായി തീരുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കൾ കരുണ ചെയ്യുക, അവരെ വെറുപ്പിക്കരുത്, അവരെ വിഷമിപ്പിക്കരുത്, അവരെ വേദനിപ്പിക്കരുത്. അവരെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന മക്കൾക്ക് പെട്ടെന്നുള്ള മരണം സംഭവിക്കുമെന്നും ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിലെ പല വിജയങ്ങളും പരാജയമായി തീരുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. മാതാപിതാക്കളെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ, അവരെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ പിന്നെ ഒരു വിജയവും ഉണ്ടാവുകയില്ല, അവനിക്ക് പെട്ടെന്നുള്ള മരണം വരെ സംഭവിക്കും. 4-മതായി സിലത്തുർ റഹിമാണ്, കുടുംബബന്ധം. കുടുംബത്തിലുള്ള ആളുകളുടെ നല്ല രീതിയിൽ പെരുമാറുക, സ്നേഹത്തിൽ സന്തോഷത്തിൽ പെരുമാറുക. മൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്. എന്നെ ചേർത്തവനെ അള്ളാഹുവെ നീ ചേർക്കുകയും എന്നെ മുറിച്ചവനെ നീ മുറിക്കുകയും ചെയ്യണമേ എന്ന് കുടുംബബന്ധം നാളെ അള്ളാഹുവിനോട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയ കാര്യമാണ്. മാതാപിതാക്കളോട് നന്മയിൽ പെരുമാറുക, കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 കാര്യങ്ങളെ ശ്രദ്ധയോടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒന്നുകൂടെ പറഞ്ഞുതരാം. 1 അസ്വദഖത്തുൻ ജാരിയ. 2 നന്മയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ആവശ്യത്തോടുകൂടെ കയറി ചെല്ലുക. 3 മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. 4-മത്തത് കുടുംബബന്ധം പുലർത്തുക. ഈ 4 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവനക്ക് ആയുസ്സിൽ വർധന ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ അവൻ്റെ പരാജയമാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ വരെ വിജയം ആയിത്തീരുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉമ്മയെ ബുദ്ധിമുട്ടിക്കുക, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക, സിലത്തുർ റഹീം, കുടുംബബന്ധം ചേർക്കാതിരിക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് എടുത്തു കളയും, അവൻ്റെ ആയുസ് ചുരുങ്ങും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നാം എല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.